നമുക്കത് സൂചിപ്പിക്കാം. ഇത് 21ാമത്തെ സൂറത്താണ്. പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയതിൽ 21ാമത്തെ സൂറത്താണ് സൂറത്തുൽ അംബിയ. എല്ലാ സൂറത്തുകളുടെയും ഒടുക്കവും തുടക്കവും ഒരു ബന്ധം ഉണ്ടാവും. സൂറത്തുകളുടെ ഒടുക്കം, ഇപ്പൊ സൂറത്ത് ത്വാഹ കഴിഞ്ഞിട്ടാണ് സൂറത്തുൽ അംബിയ. അപ്പൊ ത്വാഹയുടെ ഒടുക്കവും അംബിയാഹിന്റെ തുടക്കവും ഒരു ബന്ധം ഉണ്ടാവും. സൂറത്ത് ത്വാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ അവസാനിപ്പിച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫസയഅലമൂന മൻ ഹുവ അസ്ഹാബു സിറാത്തുസ് സവീ ലെ വമൻ ഇഹ്തദ. അങ്ങനത്തെ സൂറത്ത് ത്വാഹയുടെ അവസാനമായിട്ട് അതെ, ഫസതഅലമൂന മൻ അസ്ഹാബു സിറാത്തുസ് സവീ വമൻ ഇഹ്തദ. ആരാണ് നേരായ മാർഗത്തിലും ആരാണ് സിറാത്തുസ് സവീയിലും ഉള്ളത് എന്ന് നിങ്ങൾ അറിയും, വഴിയെ അറിയും എന്നത് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ സൂറത്തുൽ അംബിയ തുടങ്ങുന്നത് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, അവരുടെ വിചാരണ അടുത്തിട്ടുണ്ട്. എന്നാൽ അവരാകട്ടെ അവരെന്താണ്? ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്, മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുന്നവരാണ്. അപ്പോൾ സൂറത്തുൽ ത്വാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞ് പരലോകത്തെക്കുറിച്ച് വിചാരണയുള്ള നല്ല ആളുകൾ അല്ലെ, അവരാണ് അസ്ഹാബു സിറാത്തുസ് സവീ, നേരായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ ജീവിക്കുന്ന ആളുകൾ. വമൻ ഇഹ്തദ, അവരാണ് ഹിദായത്തിലായ സന്മാർഗത്തിലായ ആളുകൾ. എന്നാൽ അതിനെ കളവാക്കുന്ന ആളുകൾ അവരാണ് ഗഫ്ലത്തിൽ, അവരാണ് അശ്രദ്ധയിൽ കഴിയുന്നവർ, അവരാണ് മുഅ്രിദൂൻ, അവരാണ് പിന്തിരിഞ്ഞു കളയുന്നവർ. അപ്പോൾ അവരുടെ അവസ്ഥ അതാണ് സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ പറയുന്നത്. അപ്പൊ രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധം ഉണ്ട്. ശരി, സൂറത്തു അംബിയ 17ാമത്തെ ജുസ് ആണ്. 17ാമത്തെ ജുസ് ആണ് സൂറത്തുൽ അംബിയ. ഈ ജുസിന്റെ പേര് തന്നെ ഇഖ്തറബ ലിന്നാസി എന്നാണ്. ഇഖ്തറബ ലിന്നാസി എന്നാണ് ഈ ജുസിന്റെ പേര്. സൂറത്തുൽ അംബിയ നമ്മൾ പറഞ്ഞു, അതിന് അംബിയ എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? 16 പ്രവാചകന്മാരുടെ പേരുകൾ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നുണ്ട്. 16 അമ്പിയാക്കന്മാരുടെ പേരുകൾ. ഏറ്റവും കൂടുതൽ പേരുകൾ പരാമർശിച്ച സൂറത്ത് ഏതാ? സൂറത്തുൽ അൻആം ആണ്. സൂറത്തുൽ അൻആമിൽ 18 നബിമാരുടെ പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുണ്ട്. അംബിയായിൽ 16 നബിമാരുടെ പേരാണ്. അപ്പൊ ശരിക്കും അംബിയാഹിന്റെ പേര് എവിടെയാണ് വരേണ്ടത്? അൻആമിനാണ് വരേണ്ടത്. പക്ഷെ അതിന് അൻആം എന്ന പേര് വരാൻ കാരണം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കന്നുകാലികളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു. അതിൽ കാര്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് കന്നുകാലികളെ കുറിച്ച്. 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് സൂചിപ്പിച്ചു പോയിട്ടുള്ളൂ. എന്നാൽ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 16 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ പല നബിമാരുടെയും ചരിത്രങ്ങൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അംബിയാഹിന് അംബിയ എന്ന പേര് വരാൻ കാരണം. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കിയിരുന്ന ആളുകൾ അവരതിന് പറഞ്ഞിരുന്ന ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ റസൂൽ എന്താ ആളുകളെ പോലെ ഭക്ഷണം കഴിച്ച് ആളുകളെ പോലെ വെള്ളം കുടിച്ച് എന്താണ് ഈ റസൂൽ അങ്ങാടിയിലൂടെ നടക്കുന്നത് എന്നൊക്കെ എന്ത് ചെയ്യുന്നു അവർ ചില ആരോപണങ്ങൾ പറയുന്നു. അപ്പൊ അതിനൊക്കെയുള്ള മറുപടി കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രവാചകന്മാരെ കളവാക്കുന്നവർക്ക് പരലോകത്ത് എന്താണ് വരാനിരിക്കുന്നത് അതിന്റെ ഭവിഷ്യത്തും അതിന്റെ ഗൗരവവും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കന്മാരുമായിട്ട് ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ സൂറത്തിന് സൂറത്തുൽ അംബിയ എന്ന പേര് വരാൻ കാരണം. അപ്പൊ ക്ലിയർ അല്ലേ? 21ാമത്തെ സൂറത്താണ്, 17ാമത്തെ ജുസ് ആണ്. ഇഖ്തറബ ലിന്നാസി എന്നാണ് ജുസിന്റെ പേര്. അതുപോലെ തന്നെ സൂറത്തുൽ അംബിയ എന്ന പേര് വരാനുള്ള കാരണം നബി എന്നതിന്റെ ജംആണ്. അത് പേര് വരാനുള്ള കാരണമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി ഈ സൂറത്തിൽ എന്തൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഈ സൂറത്തിൽ ഒന്ന് വിചാരണയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ. അപ്പൊ നമ്മൾ വിചാരണ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനുള്ള സമയം, വിചാരണക്കുള്ള സമയം, ഹിസാബിനുള്ള അഥവാ പരലോകത്തേക്ക് മനുഷ്യന്മാർ എത്താനായിട്ടുണ്ട്. അതിലേക്ക് അവർ എന്തിട്ടുണ്ട്, യൗമുൽ ഖിയാമയിലേക്ക് അവരെടുത്തിട്ടുണ്ട് എന്ന സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മുശ്രിക്കീങ്ങൾ അവരുടെ ചില വാദങ്ങൾക്കുള്ള മറുപടി, റസൂലിനെ കുറിച്ച് അവരുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യം, അതിന്റെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ മലായിക്കത്തുകളുടെ വിശേഷണങ്ങൾ,
അവരെ സൃഷ്ടിപ്പിന്റെയും അവരുടെ മറ്റു ചില വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശരി, ഇനി നമുക്ക് സൂറത്തിലേക്ക് പ്രവേശിക്കാം. സൂറത്ത് മക്കിയായ സൂറത്താണ്. എന്താ മക്കിയായ സൂറത്ത് പറഞ്ഞാൽ? മക്കയിൽ അവതരിച്ചത് എന്നാണ്. അതിലേറ്റവും നല്ല അഭിപ്രായം ഹിജ്റക്ക് മുമ്പ് അവതരിച്ചതെന്നില്ലാണ്. കാരണം എന്താ വെച്ചാൽ മക്കയിൽ അവതരിച്ച ചില ആയത്തുകൾ മദനിയായ ആയത്തുകളായിട്ട് പരിഗണിക്കാം. ഉദാഹരണത്തിന് ഇപ്പൊ നാളെ യൗമു അറഫയാണ്. അറഫ ദിവസത്തിൽ പിന്നെ അവതരിച്ച ആയത്താണിത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലെ, അത് അറഫ ദിവസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യൗമുൽ ജുമുഅയിൽ വെള്ളിയാഴ്ച ദിവസം അവതരിച്ച ആയത്താണ്. എന്നാൽ ആ ആയത്ത് മക്കയിലാണ് അവതരിച്ചത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ആ സമയത്ത്? അറഫയിൽ നിൽക്കുകയാണ്, ഹജ്ജത്തുൽ വദാഇന് വന്ന സമയമാണ്. പക്ഷെ ആ ആയത്ത് മദനിയായ ആയത്താണ്. കാരണം എന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് ശേഷമാണ്. അപ്പൊ മക്കയിൽ അവതരിച്ചതാണെങ്കിലും ചിലപ്പോൾ മദനിയായിട്ട് പരിഗണിക്കും. മദീനയിൽ അവതരിച്ചതാണെങ്കിലോ ചിലപ്പോൾ മക്കിയായിട്ടും പരിഗണിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരുപാട് കിസ്മുകൾ ആ വിഷയത്തിലേക്ക്, ഒരുപാട് വിഭജനങ്ങൾ ആ വിഷയത്തിൽ കാണാം. ചില സൂറത്തുകൾ പൂർണ്ണമായിട്ടും മക്കിയേക്കണം, ചില സൂറത്തുകൾ പൂർണ്ണമായിട്ടും മദനിയായിരിക്കും, ചില സൂറത്തുകൾ ഭാഗികമായി മക്കിയായിരിക്കും, ഭാഗികമായി മദനിയായിരിക്കും. ഇപ്പൊ സൂറത്തുൽ മാഉൻ വരെ മക്കിയായ ഭാഗങ്ങളാണ്. ഫവൈലുൽ മുസല്ലീൻ മുതൽ മദനിയായ ആയത്തുകൾ. അപ്പൊ അങ്ങനെ ഉണ്ടാവാം. ചില സൂറത്തുകൾ മക്കിയാകും, അത് വീണ്ടും മദീനയിലും എന്ത് ചെയ്യും? ഹിജ്റക്ക് ശേഷം മദീനയിലും അവതരിക്കും. അതിൽപ്പെട്ടാണ് സൂറത്തുൽ കൗസർ. അപ്പൊ അത് മക്കിയാണ്, അതോടൊപ്പം അത് മദനിയാവും. ചില സൂറത്തുകൾ മക്കിയായ സൂറത്തായിരിക്കും, എന്നാൽ അതിൽ മദനിയായ ആയത്തുകൾ ഉണ്ടാവും. ചില ആയത്തുകൾ മദനിയാവും. ചിലത് മദനിയായ സൂറത്തേക്കണം, അതിൽ മക്കിയായ ആയത്തുണ്ടാവും. ചിലപ്പോൾ മക്കിയായ സൂറത്തേക്കണം, പക്ഷെ അതിലെ ചില ആയത്തുകൾ അതിന്റെ വിധി മക്കയിൽ നടപ്പിലാക്കാൻ പാടുള്ളത് മദീനയിലെ ഹുക്കുമായിരിക്കും. ചിലത് മദനിയായ സൂറത്തുകളായിരിക്കും, പക്ഷെ അതിലെ വിധി മക്കിയായ വിധികളായിരിക്കും. ചില സൂറത്തുകൾ പിന്നെ ഹളറിൽ അഥവാ പിന്നെ അവരെ യാത്രയിലല്ലാത്ത സമയത്ത്, നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അവതരിച്ച സൂറത്തുകളായിരിക്കും. ചിലത് സഫറിൽ യാത്രയിൽ അവതരിച്ചതായിരിക്കും, ചിലത് ലൈലിൽ രാത്രിയിൽ അവതരിച്ചതായിരിക്കും, ചിലത് നഹാറിൽ പകലിൽ അവതരിച്ചതായിരിക്കും, ചിലത് സ്വൈഫ് ഉഷ്ണകാലത്ത് അവതരിച്ചതായിരിക്കും, ചിലത് ശൈത്യകാലത്ത് അവതരിച്ചതായിരിക്കും. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഉലൂമുൽ ഖുർആന്റെ ഗ്രന്ഥങ്ങളിൽ പിന്നെ ആയത്തുകളെ അല്ലെങ്കിൽ സൂറത്തുകളെ കിസ്മ ചെയ്തതായിട്ട്, വിഭജിച്ചതായിട്ട് കാണാൻ പറ്റും. സൂറത്തുൽ അംബിയാ മക്കിയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ അംബിയാ. ശരി, നമുക്ക് ഒന്നാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. അവിടെ നമ്മൾ ഓതുമ്പോൾ ഖാഫ് ശ്രദ്ധിക്കണം. ഖാഫ് വെളിവാക്കിയിട്ട് ഓതണം. അവിടെ മഖ്റജ് ശ്രദ്ധിക്കണം. ഇക്ക് കേഫാവരുത്, ഖാഫാണ്. ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ ആ എന്ന ഹംസാവരുത്. ഇവിടെ ഇദ്ഗാമും ബിഗുന്നയാണ്. തൻവീനിനെ മീമിലേക്ക് ചേർത്ത് മണിച്ചോദനം. ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. നമുക്ക് ഓതി നോക്കാം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഇഖ്തറബ പറഞ്ഞ നമ്മളെ ഖരീബ് എന്ന് കേട്ടിട്ടില്ലേ? ഖരീബ് പറഞ്ഞാൽ അടുത്ത്, അതന്നെയാണ് ഇഖ്തറബ. ഇഖ്തറബ പറഞ്ഞാല് അടുത്തിരിക്കുന്നു. ഇഖ്തറബ അടുത്തിരിക്കുന്നു, വളരെ അടുത്തിരിക്കുന്നു. ആർക്ക്? ലിന്നാസി ജനങ്ങൾക്ക്. ഇപ്പൊ ജനങ്ങൾക്ക് അടുത്തിരിക്കുന്നു, അവർക്ക് ആസന്നമായിരിക്കുന്നു. എന്ത്? ഹിസാബുഹും അവരുടെ വിചാരണ, അവരുടെ ഹിസാബ് അവരുടെ വിചാരണ. ഇപ്പൊ ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു.
അതെന്തായിരിക്കുന്നു? അത് വന്നെത്താറായിരിക്കുന്നു എന്നർത്ഥം. വഹും അവരാകട്ടെ, എന്നാൽ അവരുടെ അവസ്ഥ എന്താണ്? ഫീ ഗഫ്ലത്തിൻ, അവര് ഗഫ്ലത്തിലാണ്. ഗഫ്ലത്ത് പറഞ്ഞാൽ അശ്രദ്ധ. അവരാകട്ടെ അതിനെ തൊട്ട് അശ്രദ്ധയിലാണ് താനും. മുഅ്രിദൂൻ, അശ്രദ്ധയിൽ മാത്രമല്ല മുഅ്രിദൂൻ. അഅറള പറഞ്ഞാൽ പിന്തിരിഞ്ഞു, മുഖം തിരിച്ചു. മുഅ്രിദ് മുഖം തിരിക്കുന്നവൻ, പിന്തിരിയുന്നവൻ. മുഅ്രിദൂൻ അവർ പിന്തിരിയുന്നവരാകുന്നു, അവർ അതിനെ അവഗണിച്ച് അതിനെതിരെ മുഖം തിരിക്കുന്നവരാകുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അത് അടുത്തിരിക്കുന്നു, അത് സമീപത്തായിരിക്കുന്നു, അത് ആസന്നമായിരിക്കുന്നു. വഹും എന്നാൽ അവരാകട്ടെ ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവരാ വിചാരണയെ തൊട്ടെന്താണ്? അശ്രദ്ധയിലാണ്. മുഅ്രിദൂൻ അവർ തിരിഞ്ഞു കളയുന്നവരുമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നമുക്ക് ഒരുപാട് വിശദീകരണമുള്ള ഒരായത്താണ് ഈ ആയത്ത്. ആദ്യം ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും. ഇഖ്തറബ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താണ്? അടുത്തായിരിക്കുന്നു, സമീപമായിരിക്കുന്നു, അല്ലെങ്കിൽ ആസന്നമായിരിക്കുന്നു എന്നൊക്കെയാണ് ഇഖ്തറബ എന്ന് പറഞ്ഞാൽ. ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയുന്നത് ഖറുബൽ വഖ്തു അല്ലദീ യുഹാസബൂന ഫീഹി, ജനങ്ങൾ അവരെ വിചാരണ ചെയ്യപ്പെടാനുള്ള സമയം അതടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വിചാരണക്കുള്ള സമയം എന്തായിരിക്കുന്നു? ഖിയാമത്ത് നാളിലേക്കുള്ള സമയം, ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു എന്നതാണ് അവിടെ ഉദ്ദേശം. ഇബ്നു ആശൂർ റഹ്മത്തുള്ളാഹി വലിയ മുഫസ്സിറാണ്. അത്തഹ്രീർ വത്തൻവീർ എന്ന അദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പേര്. ഷൗക്കാനി റഹ്മത്തുള്ളാഹി തഫ്സീറിന്റെ പേര് ഫത്ഹുൽ ഖദീറാണ്. ഇബ്നു ആശൂർ റഹ്മത്തുള്ളാഹി തഫ്സീറിന്റെ പേര് അത്തഹ്രീർ വത്തൻവീർ, ബൃഹത്തായ തഫ്സീറാണ്. അതിൽ അദ്ദേഹം പറയാണ് ഖരീബും ബിന്നിസ്ബതി ഇലാ മാ മള മിൻ മുദ്ദത്തി ബഖാഇ ദുനിയ, ദുനിയാവിൽ കഴിഞ്ഞുപോയ കാലം അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതിനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇനി വരാനുള്ളത് അതെന്താണ്? വളരെ കുറച്ചാണ്. ഇപ്പൊ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച മൊത്തം അവധി, ദുനിയാവ് നശിക്കാനുള്ള മൊത്തം അവധി, അതിൽ വലിയ ഭാഗം കഴിഞ്ഞുപോയി. ഇനി വരാനുള്ളത് എന്താണ്? ഖരീബ്, ഇനി ഖിയാമത്ത് നാളിലേക്കുള്ളത്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇനി അത്രയല്ല, ഇനി വളരെ കുറവാണ്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി പറഞ്ഞു ബുഇസ്തു അന വസ്സാഅത കഹാതൈൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ഞാനും എന്നെ നിയോഗിച്ചതും ഖിയാമത്ത് നാളും തമ്മിൽ ഇങ്ങനെയാണ്. അഥവാ ഇനി എത്ര ഉള്ളു? ഇതെന്ന് ഇടത്താൻ എത്ര ഉള്ളു? അത്രേ ഇനി ഖിയാമത്ത് നാളിലേക്കുള്ള ഭാഗമുള്ളൂ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു പോയിട്ട് ഇപ്പൊ എത്രയായി? 1400 വർഷം. അപ്പൊ ഇനി നമ്മളിലേക്ക് ഖിയാമത്ത് നാൾ വീണ്ടും അടുത്തു. അതാണ് മറ്റൊരു ഉദ്ദേശമായിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയത് ഈ തത്തറബൽ ഹിസാബു, വിചാരണ അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് കിനായത്തൻ, അതൊരു ആലങ്കാരിക പ്രയോഗം പോലെയാണ്. അനത്തിറാബി മൗതിഹിം, ജനങ്ങൾ അവരുടെ മരണം അടുത്തിരിക്കുന്നു എന്നതാണ് അടുത്ത്. അപ്പൊ നമ്മളെ മരണം എന്താണ്? നമ്മളിലേക്ക് അടുത്താണ്. നമ്മൾ മരിക്കാൻ ഓരോരുത്തരുടെയും മരണം അതിനെന്തില്ല, ഒരുപാട് സമയമൊന്നുമില്ല, അത് അടുത്തിരിക്കുന്നു. ഓരോരുത്തരും മരണപ്പെട്ട് കഴിഞ്ഞാലാണ് ഓരോരുത്തർക്കുള്ള ജസാവും ഹിസാബും തുടങ്ങുക, അല്ലെ? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യ ഖിയാമത്ത് നാൾ ആരംഭിച്ചു. നമ്മൾ ഓരോരുത്തരും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖിയാമത്ത് എന്ത് ചെയ്തു? നമ്മുടെ പരലോക ജീവിതം അത് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയും എന്തിയിട്ടുണ്ട്, അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ 3 രൂപത്തില് ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും എന്നുള്ളതിനെ വ്യാഖ്യാനം പറഞ്ഞു. ഒന്നാമത്തെ വ്യാഖ്യാനം ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ എന്തായിരുന്നു? ആളുകൾക്ക് അവരുടെ ഹിസാബിന്റെ വഖത്ത്, സമയം, ആ ഖിയാമത്ത് നാൾ എന്ത് ചെയ്തിരിക്കുന്നു? അവർക്കടുത്തിരിക്കുന്നു. അതേ അർത്ഥം തന്നെയാണ് ഏകദേശം രണ്ടാമത്തെ അർത്ഥവും. അതെന്താണ്? ദുനിയാവിന്റെ മുഴുവൻ കാലാവധി, അതിൽ നിന്നൊരു വലിയ അവസ്ഥ, ഒരു വലിയ ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഖിയാമത്ത് നാളിലേക്ക് അടുക്കാനുള്ള സമയം ഖരീബ്, അത് വളരെ അടുത്താണ്, വളരെ കുറച്ചാണ്. അതല്ലെങ്കിൽ ഓരോരുത്തരുടെയും മരണം, അതും എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരുത്തർക്കും അത് അടുത്താണ്. ഓരോരുത്തരുടെയും മരണം അതെന്താണ്? അടുത്താണ്. അപ്പൊ ഓരോരുത്തരും മരണപ്പെട്ട് കഴിഞ്ഞാലാണ് അവരുടെ ഹിസാബ്, അവരുടെ ജസാ ഒക്കെ ഖബറിൽ എന്ത് ചെയ്യാം? അത് ആരംഭിക്കുമല്ലോ. അതാണ് അവിടെ ഉദ്ദേശം. ഇവിടെ റാസി റഹ്മത്തുള്ളാഹി ഒരു മസ്അല കൊടുക്കുന്നുണ്ട്. എന്താണ്? ഇഖ്തറബൽ ഇന്നാസി ഹിസാബു, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, കൈഫ മുസിഫ ബിൽ ഇഖ്തിറാബി വഖദ് അബറ ബഅദ ഹാദൽ ഖൗലി ഖരീബുൻ മിൻ 600 ആമിൻ. എങ്ങനെയാണ് അടുത്തിരിക്കുന്നു, ഹിസാബ് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു എന്ന് പറയാം? കാരണം ഈ ഖുർആൻ അവതരിച്ചതിന് ശേഷം 600 വർഷം കഴിഞ്ഞല്ലോ.
അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയണം 600 വർഷം കഴിഞ്ഞല്ലോ. 600 വർഷം എന്ന് പറഞ്ഞ ഒരു വലിയ കാലാവധി തന്നെ. അപ്പൊ എങ്ങനെയാണ് ഹിസാബ് അടുത്തിരിക്കുന്നു എന്ന് പറയാം? ഇപ്പത്തേക്ക് നമുക്ക് കണക്കിയാണെങ്കിൽ 1400 വർഷം കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഹിസാബ് അടുത്തിരിക്കുന്നു എന്ന് പറയാം? അപ്പൊ അദ്ദേഹം അതിന് ഉത്തരം പറയാണ്, അന്നഹു മുഖ്തരിബുൻ ഇൻദല്ലാഹി തആല. അത് എവിടെയാണ് അടുത്താണെന്ന് പറഞ്ഞത്? അള്ളാഹുവിന്റെ അടുക്കലാണ്. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിവസം കഴിഞ്ഞു പോകണമെങ്കിൽ ഖിയാമത്ത് നാളിലെ ദിവസം ഞങ്ങളോട് 1000 വർഷം കഴിഞ്ഞു പോകണം. മറ്റൊരായത്തിൽ പറഞ്ഞതുപോലെ 50,000 വർഷം കഴിഞ്ഞു പോകണം. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലാണ് എന്ത്? അത് സമീപത്താണ്, അടുത്തതാണ് എന്ന് പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഏതായിരുന്നാലും ജനങ്ങൾക്ക് അവരുടെ വിചാരണ അതടുത്തിരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളൊക്കെ അതിനെന്താ നമുക്ക് ഉൾക്കൊള്ളിക്കാം. അപ്പൊ ഹിസാബിലുള്ള വിശ്വാസം, ഹിസാബ് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഇന്ന ഇലൈന ഇയാബഹും സുമ്മ ഇന്ന അലൈന ഹിസാബഹും. ഹിസാബ് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ചെയ്യുക. അള്ളാഹുവിന്റെ മേൽ അള്ളാഹു ബാധ്യതയാക്കിയതാണ് ഹിസാബ്. ആ ഹിസാബിലുള്ള വിശ്വാസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പിന്നെ എന്താണ് ഹിസാബിലുള്ള വിശ്വാസം? ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ. പ്രത്യേക ഗ്രന്ഥം കിട്ടുന്ന ആൾ അവൻ പറയും, ഹാ ഉഖ്റഉ കിതാബിയ, എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്നവൻ പറയും. എന്നാൽ അവൻ അതിന് കാരണം പറയുന്നത് ഇന്നി ളനന്തു, ഞാൻ വിചാരിച്ചിരുന്നു, അന്നി മുലാഖിൻ ഹിസാബിയ, വിചാരണയെ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ വിചാരണയ്ക്കുള്ള വിശ്വാസം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിചാരണയിൽ വിശ്വാസമില്ലാത്തവരെ കുറിച്ച് അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്ന ജഹന്നമ കാനത് മിർസാദ എന്നൊക്കെ പറഞ്ഞ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ ഫകദ്ദബൂ ബിആയാതിനാ കിദ്ദാബ വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബ. നിങ്ങൾ ശിക്ഷ ആശ്രയിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ അധികരിപ്പിച്ചു തരികയില്ല. അതാരോടാ പറഞ്ഞത്? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ, അവർ വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ വിചാരണയെ കളവാക്കുക, ഹിസാബിനെ കളവാക്കുക എന്നുള്ളത് നരകത്തിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമാണ്. ഹിസാബിൽ വിശ്വസിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ വലത്തേകയിൽ ഗ്രന്ഥം ലഭിക്കാനുള്ള ഒരു കാരണവുമാണ്. 4 രൂപത്തിലാണ് ഹിസാബ് ഉണ്ടാവുക. ഹിസാബിനെ നമുക്ക് 4 രൂപത്തിലായിട്ട് 4 പാർട്ടായിട്ട് എന്ത് ചെയ്യാം? അതിനെ തരംതിരിക്കാം. അതിലൊന്ന് നമ്മുടെ കർമ്മങ്ങളെല്ലാം പ്രദർശിപ്പിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് എങ്ങനെ ഹിസാബ് നടത്തുക? നമ്മുടെ കർമ്മങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കും. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു പറഞ്ഞു, യുനബ്ബഉൽ ഇൻസാനു ബിമാ ഖദ്ദമ വ അഖർ. കഴിഞ്ഞു പോയതും അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല യുനബ്ബഉ, അവൻ എണ്ണി പറഞ്ഞു കൊടുക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങളെല്ലാം അവൻ എന്ത് ചെയ്യും? പ്രദർശിപ്പിച്ചു കൊടുക്കും. അതുപോലെ മറ്റൊരായത്തിൽ സൂറത്ത് ആൽ ഇംറാൻ അല്ലാഹു പറഞ്ഞു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറ. ആളുകൾ ചെയ്ത നല്ല കർമ്മങ്ങൾ മുഹ്ളറ, അത് ഹാജരായിട്ട് അവരുടെ മുന്നിൽ യൗമ തജിദു എന്ത് ചെയ്യും? അതിനെ കാണും. വമാ അമിലത് മിൻ സൂഇൻ, അതേപോലെ തന്നെ മോശമായ കർമ്മങ്ങളെയും മനുഷ്യൻ കാണും, ഓരോരുത്തരും കാണും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ കർമ്മങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ അതിനെന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദർശിപ്പിക്കും. രണ്ടാമത്തെ ഹിസാബിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? കിതാബ് നൽകും. അല്ലെ, നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ്, ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. ആ ഗ്രന്ഥം ഇങ്ങനെ തുറന്ന് വെക്കപ്പെട്ട രൂപത്തിൽ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് എടുക്കും. എന്നാൽ അല്ലാഹു പറയും, ഇഖ്റ കിതാബക, നീ നിന്റെ ഗ്രന്ഥത്തെ വായിച്ചു നോക്കിക്കോ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യുവാൻ നീ തന്നെ മതിയാകുന്നതാണ്. അപ്പൊ ഗ്രന്ഥം തുറന്ന് കാണിച്ചിട്ട് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് നടത്തും. മൂന്നാമതായിക്കൊണ്ട് സാക്ഷികളെ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം സാക്ഷികളായിട്ടുള്ളവരെ കൊണ്ടുവരും. ഷാഹിദിൻ വ മഷ്ഹൂദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ കൊണ്ടുവരും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയാണ്. സൂറത്തുൻ നിസായിൽ അല്ലെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞല്ലോ. അതേതാണ് ആയത്ത്? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, എല്ലാ
ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? സാക്ഷികളെ കൊണ്ടുവരും. വജിനാബിക, നിന്നെ നാം കൊണ്ടുവരും, അലാ ഹഉലാഇ ഷഹീദ, ഇവരുടെ മേൽ ഇവർക്കെതിരെ സാക്ഷിയായിക്കൊണ്ട് എന്ത് ചെയ്യും? നിന്നെ നാം കൊണ്ടുവരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എന്ത് ചെയ്യും? വന്നിട്ട് സാക്ഷി പറയും. അതേപോലെ തന്നെ നമ്മുടെ കൈകൾ, അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കൈകൾ, തൊലികൾ എന്ത് ചെയ്യും? സംസാരിക്കും. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? അപ്പൊ അത് പറയും, എല്ലാത്തിനും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു. അതേപോലെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, വായകൾക്ക് സീൽ വെക്കും, കൈകൾ സംസാരിക്കും, കാല് സാക്ഷി പറയും. അപ്പൊ അങ്ങനെ സാക്ഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അതേപോലെ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി സംസാരിക്കും, അപ്പൊ ഭൂമി സാക്ഷ്യം പറയും. അതൊക്കെ സാക്ഷികളെ കൊണ്ടുവരുന്നതിന്റെ തെളിവുകളാണ്. നാലാമതായിക്കൊണ്ട് ഇപ്പൊ നമ്മൾ ഹിസാബിന്റെ ഒന്ന് എന്ത് ചെയ്യും? അള്ളാഹു നമ്മുടെ നന്മകൾ തിന്മകൾ പ്രദർശിപ്പിക്കും. രണ്ട്, അത് രേഖപ്പെടുത്തിയ ഗ്രന്ഥം നമുക്ക് നൽകും. മൂന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ കൊണ്ടുവരും. നാല്, ഈ നന്മ തിന്മകളെല്ലാം മീസാനിൽ തൂക്കി നോക്കും. ഈ നന്മ തിന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിലിട്ട് തൂക്കി നോക്കും. വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം തൂക്കി നോക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അത് സത്യസന്ധമായി നടക്കും. ഫമൻ തഖുലത് മവാസീനുഹു ഫഉലൈക ഹുൽ മുഫ്ലിഹൂൻ, അന്ന് ആരുടെ ത്രാസുകളാണോ കനം തൂങ്ങുന്നത്, നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്നത്, അക്കൂട്ടർ വിജയിച്ചിരിക്കുന്നു. വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവര് പിന്നെ അതിനോട് അവർ അക്രമം കാണിച്ചതിന്റെ പേരിൽ എന്താണ് അവര് പിന്നെ നാശമടങ്ങിയിരിക്കുന്നു, അവര് അന്ന് നഷ്ടക്കാരുടെ കൂട്ടത്തിലാകുമെന്നുള്ള സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ തൂക്കി നോക്കൽ എന്ത് ചെയ്യും? അവിടെ സത്യസന്ധമായിട്ടുണ്ടാകും. ഫഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية, ചൂടേറിയ തീയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൽ നമ്മുടെ നന്മയുടെ ഭാഗങ്ങൾ കനം തൂക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ 4 രൂപത്തിൽ എന്ത് ചെയ്യും? ഹിസാബ് നടത്തും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് ചെയ്താൽ മതി? ഇജ്ജ് സ്വർഗത്തിലാണ് പറഞ്ഞിട്ട് ഓരോരുത്തരെ സ്വർഗിച്ച് നരകത്തിലാണ് നരകത്ത് കിട്ടാൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കും എന്ത് ചെയ്യാണ്? അല്ലാഹു പറഞ്ഞേ, അള്ളാഹു അടിമകളോട് ഒരിക്കലും അക്രമം അനീതി കാണിക്കുന്നവനല്ല. ഇതൊക്കെ ചെയ്ത് അള്ളാഹു ഒരു മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടേ എന്ത് ചെയ്യുള്ളൂ? നരകത്തിലേക്ക് പോകണം നരകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകണം സ്വർഗത്തിലേക്ക്. ഈ വിചാരണയിൽ നമ്മൾ അവസാനം പറഞ്ഞു മീസാനിൽ തൂക്കി നോക്കും. ആ തൂക്കി നോക്കുന്നത് കർമ്മങ്ങൾ മാത്രമല്ല തൂക്കി നോക്കും. കർമ്മങ്ങൾ തൂക്കി നോക്കും. കർമ്മങ്ങളിലെ പ്രവർത്തനങ്ങളും തൂക്കും, വാക്കുകളും തൂക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി, നാവിന് ഏറ്റവും ഭാരം കുറഞ്ഞ 2 വാക്കുകൾ. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്നത്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരണങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അപ്പോൾ സുബ്ഹാനല്ലാഹി അലീം എന്താ? വാക്കാണ്, ഖൗലാണ്. അത് കനം തൂങ്ങും. മീസാനിൽ ഏറ്റവും കനം തൂങ്ങും. അപ്പൊ നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യും? അവിടെ തൂക്കി നോക്കും. അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങളും തൂക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസ്നുൽ ഖുലുഖിനേക്കാൾ, സൽസ്വഭാവത്തേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്ന മുഅ്മിനിന്റെ ഒരു പ്രവർത്തനവുമില്ല. ഇപ്പൊ സൽസ്വഭാവത്തിലെ നമ്മൾ പ്രവർത്തനത്തിന് ഉണ്ടാവുന്നതല്ലേ, പുഞ്ചിരി, മറ്റുള്ള നല്ല രൂപത്തിൽ സംസാരിക്കൽ, ഇടപഴകൽ, ഇതൊക്കെ സൽസ്വഭാവത്തിൽ പെട്ടാണ്. അപ്പൊ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും തൂക്കും. ഇനി അതുപോലെ ഇത് മാത്രമാണ് തൂക്കുക? അല്ല, ഇത് ചെയ്ത വ്യക്തിയെ തൂക്കും. പ്രവർത്തനങ്ങൾ ചെയ്ത അമല് തൂക്കും. അമല് ചെയ്ത ആമിലിനെ, പ്രവർത്തനം ചെയ്ത വ്യക്തിയെ തൂക്കും. എന്താ തെളിവ്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരിക്കല് ഒരു അറാക്കിന്റെ മരത്തമ്മ കയറി നിൽക്കുകയാണ്. അറാക്കിന്റെ മരം, നമ്മൾ മിസ്വാക്കിന് വേണ്ടി എടുക്കുന്ന അറാക്കിന്റെ മരത്തമ്മ കയറി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അദ്ദേഹത്തിന്റെ തുണി വാരി, കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിന് തുണി വാരി. അപ്പൊ അദ്ദേഹം വളരെ മെലിഞ്ഞ സ്വഹാബിയാണ്, വളരെ മെലിഞ്ഞൊട്ടിയ സ്വഹാബിയാണ്. അപ്പൊ അദ്ദേഹത്തിന് തുണി വാരിയപ്പോ ആ കണങ്കാല് കണ്ട് സ്വഹാബത്ത് ചിരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് വരും. റസൂൽ ചോദിക്കാം, ഇമ്മത്തൽഹഖൂൻ, നിങ്ങൾ എന്തിനാ ചിരിക്കണം? അപ്പൊ അവര് പറഞ്ഞു, വിദിത്തത്തി സാത്തൈ റസൂലെ, ആ ഇബ്നു മസ്ഊദിന്റെ ആ മെലിഞ്ഞ സാത്ത് കണങ്കാലി കണ്ടാണ് ഞങ്ങൾ ചിരിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ 2 കാലുകൾ നാളെ പരലോകത്ത് മീസാനിൽ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതായിരിക്കും. 2 കാലുകൾ മാത്രം. അപ്പോ ഇവിടുത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വെയിറ്റ് അല്ല അവിടെ അദ്ദേഹത്തിനുണ്ടാവും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മനുഷ്യനെ കുറിച്ച്, ഇന്നഹു ലയഅതി റജുലുൽ അളീമു സമീനു യൗമൽ ഖിയാമ, പരലോകത്ത് തടിച്ചു കൊഴുത്ത ഒരു മനുഷ്യനെ കൊണ്ടുവരും. നല്ല തടിയുള്ള ഒരാൾ. പക്ഷെ അയാളെ മീസാനിൽ തൂക്കി നോക്കിയാൽ
ഫലാ യസിനു ഇൻദല്ലാഹി ജനാഹ ബഊദ, കൊതുകിന്റെ ചിറകിന്റെ അത്ര ഭാരം പോലും അയാൾക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹു പത്രത്തിലുള്ള അവസ്ഥ നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇവിടെ നല്ല തടിയുണ്ട്, പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്തായി? കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലും ഇല്ലാതെ എത്രയേക്കണം അല്ലെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞൊട്ടിയ സ്വഹാബിയാണ്. ഞാൻ പറഞ്ഞില്ല, വളരെ വലിയ സ്വഹാബി. പക്ഷെ അദ്ദേഹത്തിന്റെ വെയിറ്റ് എത്രയാണ് അവിടെ? ഉഹദ് മലയേക്കാൾ. അപ്പൊ അവിടെ നമ്മളെ വെയിറ്റ് തീരുമാനിക്കണേ നമ്മളെ യഖീന്, നമ്മളെ ഈമാന്, നമ്മളെ തഖ്വ, അതുപോലെ നമ്മളെ സുന്നത്തിനോടുള്ള സ്നേഹം, നമ്മുടെ തൗഹീദ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യാം അവിടെ കടന്നു. ഷിർക്കും ബിദ്അത്തും ഖുറാഫാത്തും കുഫ്റൊക്കെ നടന്ന ആളാണെങ്കിൽ ഇവിടെ എത്ര വെയിറ്റ് ഉണ്ടായാലും അവിടെ എന്ത് ചെയ്യൂല? അയാളെ മീസാനിൽ കനം തൂങ്ങുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ തൂക്കും, ആമിലിനെയും തൂക്കും. ഇനി അത് മാത്രമല്ല, സിജില്ലാത്തുകളും തൂക്കും. സിജില്ലാത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കർമ്മരേഖകൾ, റെക്കോർഡ്സ് ഉണ്ടല്ലോ, ഇതും എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കും. ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ പരലോകത്ത് കൊണ്ടുവരും. ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ റെക്കോർഡ്സ്, അയാളെ കർമ്മരേഖകൾ പുറത്തേക്ക് എടുക്കും. അപ്പൊ മത്തുൽ ബസ്വർ, കണ്ണെത്തും ദൂരത്ത് 99 രേഖകൾ അയാൾക്കുണ്ടാവും. 99 ഏടുകളുള്ള ഒരു വലിയ ഗ്രന്ഥം അതെന്ത് ചെയ്യും? പുറത്തേക്ക് എടുക്കും. അപ്പൊ അതിൽ അയാൾ തിന്മകളേക്കും മുഴുവൻ, അയാളെ നന്മകളൊന്നും ഉണ്ടാവില്ല, മുഴുവൻ തിന്മകളേക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കും, എന്റെ അടിമകൾ അഥവാ മലായിക്കത്തുകൾ നിന്നോട് എന്തെങ്കിലും അക്രമം കാണിച്ചിട്ടുണ്ടോ? അഥവാ നീ ചെയ്യാത്തത് എന്തെങ്കിലും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നീ ചില നന്മകൾ അവർ രേഖപ്പെടുത്താതിരുന്നിട്ടുണ്ടോ? അപ്പൊ അയാൾ പറയും, ഇല്ല റബ്ബേ. അപ്പൊ അല്ലാഹു ചോദിക്കും, എങ്കിൽ നിനക്ക് വല്ല നന്മകളും ഉണ്ടോ? അപ്പോൾ അയാൾ പറയും, ഇല്ല റബ്ബേ. അപ്പൊ അയാൾ നെടുവീർപ്പെടുന്നതാണ്, നശിച്ചു എന്ന അർത്ഥത്തിൽ അയാൾ നെടുവീർപ്പെടും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, എന്റെ അടുക്കൽ നിന്റെ ഒരു നന്മയുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബിത്വാക്ക, ഒരു ATM കാർഡ് പോലത്തെ ഒരു കാർഡ് പുറത്തേക്ക് എടുക്കും. അതിൽ അയാളെ ഷഹാദത്തായിരിക്കും, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, തൗഹീദുള്ള വ്യക്തിയായിരിക്കും. അപ്പൊ ഈ മനുഷ്യൻ പറയും, അല്ലാഹുവേ, ഒരു ഭാഗത്ത് ഇത്രയോ തിന്മകളാണ്, മറ്റൊരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നേ ദിവസം ഒരാളോടും അക്രമം കാണിക്കുകയില്ല. അങ്ങനെ ആ സിജില്ലാത്തുകൾ മീസാന്റെ ഒരു തട്ടിൽ വെക്കും, മറ്റേ തട്ടിൽ ബിത്വാക്ക വെക്കുന്നതോടുകൂടി ഈ ബിത്വാക്ക കനം തൂങ്ങിയിട്ട് എന്ത് ചെയ്യും? ഫത്വാശത്തി സിജില്ല, ഈ സിജില്ലാത്തുകൾ മുകളിലേക്ക് ഉയരും. അത് ഷഹാദത്തിന്റെ അതിന്റെ പ്രാധാന്യം കൂടിയാണ്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തും തൂക്കി നോക്കി? കർമ്മരേഖകളും തൂക്കി നോക്കി. അപ്പോ അമലും ആമിലും സിജില്ലാത്തും ഇതൊക്കെ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിസാബ് അവിടെ നടപ്പിലാവുക. ശരി, അപ്പോൾ ഹിസാബ് അതാണ് നമ്മൾ പറഞ്ഞത്. ഹിസാബ് അതാണ് പറഞ്ഞത്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അടുത്തിരിക്കുന്നു, സമീപത്തായിരിക്കുന്നു എന്ത്? ഹിസാബുഹും, അവരുടെ വിചാരണ. ഈ വിചാരണയുടെ വിശദീകരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അവിടെ എന്തിനൊക്കെ കുറിച്ച് ജനങ്ങളോട് വിചാരണ ചെയ്യും? പരലോകത്ത് എന്തിൻ്റെയൊക്കെ വിഷയത്തിൽ ഹിസാബ് ഉണ്ടാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സുഖാനുഗ്രഹങ്ങളെക്കുറിച്ച്, സുഖങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പിന്നീട് സുമ്മ ലതുസ്അലുന്ന, ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ ഏതൊക്കെ അനുഗ്രഹങ്ങളാണ് പരലോകത്ത് അല്ലാഹു ഹിസാബിന് വേണ്ടി എടുക്കുക? ആ ആയത്തിന്റെ തഫ്സീറിൽ മാത്രം തൊബിരി റഹ്മുള്ള പോലത്തെ മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ പറഞ്ഞ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ ആയത്തിന്റെ തഫ്സീറിൽ മാത്രം കാണാം. ഒന്ന് അസ്സിഹ്ഹത്തു വൽ അംന്, ആരോഗ്യം, അതേപോലെ നിർഭയത്വം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ചോദ്യം ചെയ്യും. അതേപോലെ അൽ ആഫിയ, ആഫിയത്ത് പറഞ്ഞാൽ സൗഖ്യം, നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്ന ആരോഗ്യം, അസുഖങ്ങളില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഭക്ഷണം, കൊടുക്കാൻ പറ്റുന്ന നല്ല വസ്ത്രം, കിടന്നുറങ്ങാൻ പറ്റുന്ന നല്ല അവസ്ഥ, ഇതൊക്കെ ആഫിയത്തിൽപ്പെട്ടതാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചോദ്യം ചെയ്യും. അസ്സിഹ്ഹത്തു വൽ ഫറാഹ്, ആരോഗ്യവും ഒഴിവ് സമയവും പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യും. അന്നഹുൽ ഇദ്റാഖു ബിഹവാസിസ് സമഇ വൽ ബസർ, നമുക്ക് കാണാനും കേൾക്കാനുമുള്ള കഴിവ്, ആ ശേഷി. അല്ലാഹു പറഞ്ഞു, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഹൃദയം, കാഴ്ച, കേൾവി, എല്ലാതിനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. ബഅദു മാ യുത്ഇമുൽ ഇൻസാനു വയശ്റബുഹു, മനുഷ്യൻ കുടിച്ചിരുന്ന, കഴിച്ചിരുന്ന ഭക്ഷണപാനീയങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദ്യം ചെയ്യും. അൽ ഗദാഉ വൽ ഇശാ, അതുപോലെ വൽ അശാ, രാത്രിയുള്ള ഭക്ഷണം, അതുപോലെ നമ്മുടെ പ്രഭാത ഭക്ഷണം, ഇതിനെ കുറിച്ചൊക്കെ അല്ലാഹു ചോദ്യം ചെയ്യും. ശബഉൽ ബുതൂൻ, നിറഞ്ഞ വയറ്, അതിനെക്കുറിച്ച് എന്ത് ചെയ്യും? ചോദ്യം ചെയ്യും. ഇപ്പൊ ഹദീസിലില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കടന്നിട്ട് ഉറക്കം വരുന്നില്ല.
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കണം, എന്താണ് ഈ സമയത്ത് പുറത്ത്? അപ്പോൾ പറയാൻ റസൂലിന്റെ വിശപ്പാണ്. അങ്ങനെ ഒരു രണ്ടാളും പാടെ പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അതേ കാരണമാണ്. അപ്പൊ മൂന്നാളും പാടെ മാലിക് ഇബ്നു അത്തൈഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അദ്ദേഹം വിരുന്നൂട്ടാൻ അതിനിഷ്ടമുള്ള സ്വഹാബിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അവർ ചെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, അവർക്ക് ആവശ്യമായ ഈത്തപ്പഴങ്ങൾ നൽകി, ഒരാടിനകത്ത് റൊട്ടിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ നൽകി. അവരെന്ത് ചെയ്തു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യണത്, പലവത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് വിശപ്പായിരുന്നു, എന്നാൽ നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് ആ വിശപ്പില്ലാത്ത അവസ്ഥയിൽ, വയറ് നിറഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും പറഞ്ഞു. അപ്പൊ ശബഉൽ ബുത്തൂൻ അല്ലെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ അവരെന്താണ്, വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ് അവർ പുറത്തിറങ്ങി. നമുക്കിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അത് അധികമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഉറക്കം വരാതിരിക്കുന്നത്. അപ്പൊ നമ്മളോട് എത്ര ചോദ്യം ഉണ്ടാവും, അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കുല്ലു മൽതദബുൽ ഇൻസാനു ഫി ദുനിയ മിൻ ഷൈ, നമ്മൾ ദുനിയാവിന്ന് ആസ്വദിച്ച എല്ലാ ലദ്ദാത്തുകളും ആസ്വാദനങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യും എന്നാണ് ഇതിന്റെ തഫ്സീറിൽ പറഞ്ഞത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചില സാധനങ്ങൾ എടുത്തു പറഞ്ഞു, ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞ് പ്രത്യേകം ചില വസ്തുക്കളെ റസൂൽ എടുത്തു പറഞ്ഞു. അതിൽ പെട്ടതാണ് ളില്ലുൻ ബാരിദുൻ, അഥവാ നല്ല തണുത്ത തണല്, നല്ല വെയിലില്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ, അത് നമ്മൾ ആസ്വദിച്ചെങ്കിൽ അതെന്തെങ്കിലും ചോദിക്കും. വറുത്വാബുൻ ത്വയ്യിബുൻ, നല്ല റുത്വാബ്, അന്ന് അവർക്ക് റുത്വാബായി എന്നിട്ട് നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചത് എന്ത് ചെയ്യും, ചോദ്യം ചെയ്യും. വമാഉൻ ബാരിദുൻ, തണുത്ത വെള്ളം. ഒരു ഗ്ലാസ് തണുപ്പിക്കാതെ ഒരാൾ വെള്ളം കുടിച്ചു, നമ്മളൊരു ഗ്ലാസ് തണുപ്പിച്ച് വെള്ളം കുടിച്ചു. തണുപ്പിക്കാതെ വെള്ളം കുടിച്ചവനേക്കാൾ ഒരു ചോദ്യം അധികം നമ്മൾക്ക് ഉണ്ടാവും, തണുത്ത വെള്ളം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനുഗ്രഹങ്ങളിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യപ്പെടുക, നമ്മുടെ ഇബാദത്തുകളിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യുക നമസ്കാരമാണ്. അതുപോലെ മനുഷ്യന്മാരുമായുള്ള ഇടപാടുകളിൽ നിന്ന് ആദ്യം ചോദ്യം ചെയ്യുക രക്തം ചിന്തിയ വിഷയത്തിലാണ്. എന്നാൽ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ചോദ്യം ചെയ്യാം, അലം നുസിഹ്ഹ ലക ജിസ്മക, നിനക്ക് നാം നല്ലൊരു ആരോഗ്യമുള്ള ശരിപ്പെടുത്തിയ ജിസ്മിനെ, ശരീരത്തെ നിനക്ക് നൽകിയില്ലയോ? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സന തഖ്വീമായ ഒരു ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ നമുക്ക് ആഫിയത്തൊക്കെ നൽകിയിട്ടുണ്ട്, അത് ചോദിക്കും. വനുർവിയക മിനൽ മാഇൽ ബാരിദി, തണുത്ത വെള്ളത്തിൽ നിന്ന് നിനക്ക് കുടിക്കാൻ തന്നില്ലയോ? ഇത് രണ്ടുമാണ് അനുഗ്രഹത്തിൽ നിന്ന് ആദ്യം അള്ളാഹു ചോദ്യം ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനെന്ത് ചെയ്യണം, ആ ചോദ്യം ചെയ്യലില് പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ രണ്ട് രൂപത്തിലാണ് ചോദ്യം ചെയ്യൽ. മുഅ്മിനീങ്ങളോടുള്ള ചോദ്യം ചെയ്യൽ തശ്രീഫിന് വേണ്ടിയാണ്. കാരണം മുഅ്മിൻ എന്താണ്, ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിച്ചു, അതിന് അള്ളാഹുവിന് ശുക്ർ കാണിച്ചു. അപ്പൊ അവരെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഹോംവർക്കൊക്കെ ചെയ്തു പോയ ദിവസമാണെങ്കിൽ ടീച്ചർ ആരൊക്കെ ഹോംവർക്ക് ചെയ്ത് വെച്ച് നമ്മളിങ്ങനെ മെയിനായിട്ട് നീച്ചിക്കലൊക്കെ ഉണ്ടല്ലോ, അതേപോലെ എന്ത് ചെയ്യും, നമ്മൾ ശുക്ർ കാണിച്ചു അള്ളാഹ്ക്കറിയാം. അപ്പൊ ആളുകളുടെ മുന്നിൽ നമ്മളൊരു സ്ഥാനം, മുഅ്മിനൊന്ന് വലുതാവാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്യും, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവും. എന്നാൽ കാഫിരീങ്ങൾക്കും ഈ ചോദ്യം ഉണ്ടാവും, അത് തൗബീഹിന് വേണ്ടിയാണ്, അവരെ പേടിപ്പെടുത്താൻ, അവരെ ഇകഴ്ത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, ചോദ്യം ചെയ്യും. അപ്പൊ നമ്മളിതൊക്കെ ആസ്വദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, നന്ദി കാണിച്ചാൽ മതി. അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി ചൊല്ലി വലത്തേ കൈ കൊണ്ട് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ചൊല്ലുക. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പരമാവധി പ്രാവർത്തികമാക്കുക. എന്തൊക്കെയാണ്? 3 തവണയായിട്ട് 3 ഇറുക്കായിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മുറുക്കായിട്ട് കുടിക്കുകയാണെങ്കിൽ തന്നെ ശ്വാസം അതിലേക്ക് വിടാതിരിക്കുക അല്ലെ, ശ്വാസം എന്ത് ചെയ്യാം, പുറത്തേക്ക് വിട്ടിട്ട് വെള്ളം കുടിക്കുക. ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ അഫ്ളലായ കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, സുന്നത്തുകളും അഫ്ളലിയത്തും അതിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അതിലെന്ത് ചെയ്യും, നമ്മൾ നന്ദി കാണിച്ചവരായി. അപ്പൊ പിന്നെ പരലോകത്ത് അതിലെ ചോദ്യത്തിൽ നമ്മൾക്ക് എന്തില്ല, നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരം, അപ്പൊ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിൽ ചെലവഴിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ശരീരം കൊണ്ടുപോയിടാതിരിക്കുക. ഉദാഹരണത്തിന് സിഗരറ്റ് വലിക്കുക, അതിലൂടെ എന്ത് ചെയ്യാണ്, ഹറാമിലൂടെ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്വയം പാഴാക്കുകയാണ്. താടി വടിക്കുക, അതിലൂടെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ അനുഗ്രഹത്തെ, അല്ലാഹു നൽകിയ ആ സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹറാമിൽ കൊണ്ടേ പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കൊന്നും നമ്മൾ പോവാതിരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 4 കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ വിചാരണ വേളയിൽ നിന്നൊരാളും കാലുകൾ മുന്നോട്ട് വെക്കുകയില്ല. അതിലൊന്നെന്താ പറഞ്ഞത്, വൻഷബാബിഹി,
അവന്റെ യുവത്വം, അല്ലെ, അവന്റെ യുവത്വം അവൻ എന്തിൽ ചെലവഴിച്ചു അതിനെക്കുറിച്ച് ചോദിക്കും. വാഴ ഉമരിഹി, അവന്റെ ആയുസ്, അതിനെക്കുറിച്ച് ചോദിക്കും. അതേപോലെ അവന്റെ സമ്പത്ത് എവിടുന്ന് സമ്പാദിച്ചു, എവിടേക്ക് ചെലവഴിച്ചു. അതേപോലെ അവന്റെ അവന്റെ ഇൽമ്, അതുകൊണ്ട് എന്തവന് പ്രവർത്തിച്ചു. ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാതെ വിചാരണ വേളയിൽ നിന്നൊരാളും കാല് മുന്നോട്ട് വെക്കുകയില്ല എന്നതിൽ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹിസാബിന്റെ വേളയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ ഹിസാബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഹിസാബ് യസീറ, എളുപ്പമുള്ള ഒരു വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശരി, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു നമ്മൾ പറഞ്ഞു. ഖിയാമത്ത് നാളാണ് അവിടെ ഉദ്ദേശം. ഖിയാമത്ത് നാൾ എന്ത് ചെയ്തിരിക്കുന്നു, അടുത്തിരിക്കുന്നു. അപ്പൊ ഖിയാമത്ത് നാൾ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഇന്നെന്ത് ചെയ്തു, 1400 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിന്റെ ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയ അടയാളങ്ങൾ, വലിയ അടയാളങ്ങൾ. ചിലതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ നടന്നു പോയതാണ്. ചിലതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് ശേഷം സംഭവിച്ചതാണ്. ചിലതിന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു, ചിലതിനി സംഭവിക്കാനിരിക്കുന്നതാണ്. അപ്പൊ ഈ അടയാളങ്ങളൊന്ന് പരിശോധിച്ചാൽ, ഈ അടയാളങ്ങൾ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഖിയാമത്ത് നാള് സംഭവിക്കും. അപ്പൊ ഈ അടയാളങ്ങളിൽ ഏതൊക്കെ സംഭവിച്ചു, ഈ അടയാളങ്ങളൊക്കെ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, ഇതൊന്ന് നമ്മൾ പരിശോധിച്ചാൽ ഖിയാമത്ത് നാൾ എത്രത്തോളം നമ്മിലേക്ക് അടുത്തിട്ടുണ്ട് എന്നെന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വലിയ അടയാളങ്ങൾ 10 ഉള്ളു, എന്നാൽ ചെറിയ അടയാളങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഇത് പ്രധാനപ്പെട്ട ചിലത് മാത്രം എന്ത് ചെയ്യാം, പെട്ടെന്ന് സൂചിപ്പിച്ചു പോകാം. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബിഅ്സത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ റസൂൽ നബിയായി റസൂലിനെ അല്ലാഹു നിയോഗിച്ചല്ലോ, അത് ഖിയാമത്ത് നാളിന്റെ ഒരടയാളമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ കഴിഞ്ഞുപോയി. അതുപോലെ മൗതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്നതും ഖിയാമത്ത് നാളിന്റെ മറ്റൊരു അടയാളമാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്തു, സംഭവിച്ചു പോയി. അതുപോലെ ഫത്ഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ചടക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് സംഭവിച്ചു. അതിനുശേഷം ശരാഫുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടത്തിലും അത് സംഭവിച്ചു. അതിനുശേഷം അത് സംഭവിച്ചിട്ടില്ല. ഇനിയും എന്ത് ചെയ്യും, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും ഇൻഷാ അല്ലാഹ്. അത് ഇനിയും എന്ത് ചെയ്യും, സംഭവിക്കും. അതുപോലെ ത്വാഊന അൻവാസ് എന്ന സ്ഥലത്ത് ത്വാഊൻ എന്ന് പറഞ്ഞാൽ പ്ലേഗ് രോഗം, കൊറോണ പോലത്തെ പ്ലേഗ് രോഗം, അതെന്ത് ചെയ്യും, സംഭവിക്കുമെന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പറഞ്ഞതാണ്. ഫലസ്തീനിൽ ഉള്ള അൻവാസ് എന്ന സ്ഥലത്ത് ത്വാഊൻ, അത് സംഭവിച്ചു. ആ ത്വാഊനിലാണ് പല സ്വഹാബാക്കളും വഫാത്താവുകയും ചെയ്തത്. അതുപോലെ നാലാമത്തൊന്ന് ഇസ്തിഫാഅത്തുൽ മാലി വൽ ഇസ്തിഗ്നാഉ അനി സ്വദഖ, ആളുകളുടെ കയ്യിലെന്ത് ചെയ്യും, സമ്പത്ത് ഒരുപാട് ഒഴുകും. സ്വദഖ മേടിക്കുവാൻ പോലും ആളുകൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പണ്ട് കാലഘട്ടത്തേക്കാൾ ഇന്ന് ആളുകൾ സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആളുകൾ മറ്റുള്ളവർ, നമ്മളെ വീടുകൾ, പണ്ടൊക്കെ ധാരാളമായിട്ട് ഓടുള്ള വീടുകളായിരുന്നു, ഇന്നിപ്പോ വാർപ്പിലെ വീടുകളാണ് അല്ലെ. അങ്ങനെ എന്താണ് ഓരോന്നും, സമ്പത്തിന്റെ അവസ്ഥ ഇങ്ങനെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവസാനം മഹ്ദി ഇമാം വരുന്ന കാലഘട്ടത്തിൽ സകാത്ത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ സ്വതക്ക മേടിക്കാൻ പോലും ആളുകൾ ഇല്ലാത്ത അവസ്ഥയാകുമെന്നൊക്കെ ഹദീസുകളിൽ കാണാം. അതുപോലെ തന്നെ ളുഹൂറുൽ ഫിത്നകൾ, കുഴപ്പങ്ങൾ എന്ത് ചെയ്യും, പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. വമിനൽ ഫിത്നി അല്ലത്തി ഹദസത് ഫി അവാഇൽ അഹദിൽ ഇസ്ലാം മഖ്തലു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, അതായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും വലിയ ഫിത്ന. അതിനു പുറമെ വമൗഖിഅത്തുൽ ജമൽ വസ്ഫീൻ, ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, സ്വഹാബത്ത് തമ്മിലുള്ള യുദ്ധമാണ്, അത് വലിയ ഫിത്നയാണ്. വദുഹൂറുൽ ഖവാരിജ്, ഖവാരിജുകൾ വന്നത്. വമൗഖിഅത്തുൽ ഹറ, ഹറൂറിയാക്കൾ, അതും ഇതേപോലെ തന്നെ സ്വതന്ത്രമായി ജഹ്മിയാക്കൾ പറഞ്ഞ ഒരു ടീമാണ്. അവരും എന്ത് ചെയ്തു, പുറപ്പെട്ടു കഴിഞ്ഞു. വഫിത്നത്തുൽ ഖൗലി ബിഖൽഖിൽ ഖുർആൻ, ഖൽഖുൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണോ സൃഷ്ടാവാണോ എന്ന മുഅ്തസിലിയാക്കളെ ഒരു ഇൽമുൽ കലാമിന്റെ ഒരു വലിയ ഫിത്ന ലോകത്തുണ്ടായി. അതൊക്കെ എന്താണ്, ഫിത്നകൾ പ്രത്യക്ഷപ്പെട്ടു വന്നതൊക്കെ ഇന്ന് ഒരുപാട് ഫിത്നകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മറ്റൊന്ന് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് റസൂൽ പറഞ്ഞത് ളുഹൂറു മുദ്ദഇ നുബുവ്വ, നുബുവത്ത് വാദിച്ചുകൊണ്ട് ആളുകൾ പ്രത്യക്ഷപ്പെടും. അത് റസൂലുള്ളാഹിയുടെ
കാലഘട്ടത്തിൽ തന്നെ ആര് വന്നു? മുസൈലിമത്തുൽ കദ്ദാബ് വന്നു, പിന്നെ അസ്വദുൽ അനസി വന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു. അതുപോലെ ളുഹൂറു നാറിൽ ഹിജാസ്, ഹിജാസിൽ നിന്ന് ഒരു തീ പ്രത്യക്ഷപ്പെടും. ഹിജാസിൽ നിന്ന് ഒരു തീ പ്രത്യക്ഷപ്പെടും. അത് സാധാ ഒരു തീയല്ല, ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പോലും ആ തീ കാണാം. അത്രയും വലിയൊരു തീ പുറപ്പെടും. അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അത് ഹിജാസ് പിന്നെ മക്കയും മദീനയും ത്വായിഫൊക്കെ അടങ്ങുന്ന ആ ഭാഗത്തിനാണ് ഹിജാസ് എന്ന് പറയുന്നത്. ആ ഭാഗം അത് പണ്ഡിതന്മാർ പറഞ്ഞത് ഹിജ്റയുടെ 7-ാം വർഷത്തിന്റെ പകുതിയിൽ എന്ത് ചെയ്തു? അത് സംഭവിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതും എന്ത് ചെയ്തു? സംഭവിച്ചു പോയി. അതുപോലെ ലിയാഉൽ അമാന, അമാനത്ത് നഷ്ടപ്പെട്ടു പോകും. അതും ഖിയാമത്തിന്റെ അടയാളമാണ്. അപ്പൊ അമാനത്ത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രകാരം അതിന്റെ അർഹരല്ലാത്ത ആളുകളിലേക്ക് അധികാരമെത്തുക. അർഹരല്ലാത്ത ആളുകളിലേക്ക് അധികാരമെത്തുക. ഇപ്പം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലെ ഒരുപാട് ആളുകൾ എന്താണ് അർഹരല്ലാത്ത ആളുകളിലേക്ക് അധികാരം എത്തിയതാണ്. അതുപോലെ തന്നെ ഖബ്ദുൽ ഇൽമി വളുഹൂറുൽ ജഹ്ലി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇൽമു ഉയർത്തും. എങ്ങനെ ഇൽമു ഉയർത്തുക? പണ്ഡിതന്മാർ മരണപ്പെട്ടുകൊണ്ട്. ഇപ്പൊ സൗദി അറേബ്യയിലൊക്കെ പണ്ഡിതന്മാർ നിരന്തരം എന്ത് ചെയ്യുന്നുണ്ട്? മരണപ്പെടുന്നത്. അതുപോലെ തന്നെ ജഹ്ല്, അറിവില്ലായ്മ വ്യാപിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിൽ ചില ആളുകൾ വരും, അവർക്ക് അറിവുണ്ടാവില്ല, അവരറിവില്ലാതെ ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്തവർ ഫത്വ കൊടുക്കും. അതോടുകൂടി അവരും നശിച്ചു, ആളുകളും നശിച്ചു. ഇപ്പൊ പെരുന്നാളിന് പടക്കം പൊട്ടിക്കാൻ കൂടി എന്ത് ചെയ്തു? ഫത്വ കൊടുത്തു. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജന്മദിനം ആഘോഷിക്കാൻ ഫത്വ കൊടുത്തു. ഇങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യും? അധികരിച്ചു വരും. അതൊക്കെ അന്ത്യനാളിന്റെ അടയാളമാണ്. അതുപോലെ ഇന്തിശാറുദ്ദീന, വ്യഭിചാരം അധികരിക്കും. പരസ്യമായിട്ട് പോലും ഇന്ന് പല രാജ്യങ്ങളിലുമുണ്ട്. ഇന്തിശാറുദ്ദീബ, പലിശ എന്ത് ചെയ്യും? അധികരിക്കും. ബാങ്കുകളൊക്കെ എത്ര അധികരിച്ചു. ളുഹൂറുൽ മആസിൻ, അതുപോലെ വാദ്യോപകരണങ്ങൾ, മ്യൂസിക്കുകളൊക്കെ എന്ത് ചെയ്യും? അധികരിക്കും. കസ്റത്തു ശുറുബിൽ ഹംർ, മദ്യപാനം അധികരിക്കും. വിലാദത്തുൽ അമത്തി ലിറബ്ബത്തിഹ, പിന്നെ ഉപ്പമാരോ മാതാപിതാക്കളൊക്കെ എന്ത് ചെയ്യും? വല്ലാതെ അവരെ ദ്രോഹിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് അതിന്റെ വ്യാഖ്യാനം. വൃദ്ധസദനങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? അധികരിച്ചു വരുന്നുണ്ട്. കസ്റത്തുൽ സിൽസാൽ, ഭൂമി കുലുക്കം അധികരിക്കും. കസ്റത്തുൽ ഖത്ൽ, കൊലപാതകം അധികരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ടുണ്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ, അതിന്റെ വാക്യത്തിൽ പറഞ്ഞു, കൊല്ലപ്പെട്ടവൻ അറിയില്ല ഇന്നെന്തിനാണ് ഇവൻ കൊന്നത്, കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് ഇവനെ കൊല്ലണത് എന്ന്. കൊട്ടേഷൻ സംഘങ്ങൾ അല്ലെ, കൊട്ടേഷൻ സംഘങ്ങൾ അവർക്ക് എന്ത് ചെയ്യും? ഫോട്ടോ കൊണ്ടുപോയി കൊടുക്കും, ഇന്നാളെ കൊല്ലണം. അപ്പൊ എന്തിനാണ് പിന്നെ അവനെ കൊല്ലണത്? പൈസക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്തിനാ കൊല്ലണത്? അതിന്റെ ലക്ഷ്യം അറിയില്ല. ഈ കൊല്ലപ്പെട്ട ആള്, ഈ കൊട്ടയ സംഘത്തിലെ ആള് ആദ്യമായിട്ട് ഇങ്ങനെ കാണും. ഇപ്പൊ എന്തിനാ ഇന്നെ കൊല്ലാൻ വരുന്നത്? ആ രൂപത്തിലാണ് അവൻ ചിന്തിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യും? അധികരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അതുപോലെ ളുഹൂറുൽ കാസിയാത്തിൽ ആരിയാത്ത്, അർദ്ധനഗ്നകളായ സ്ത്രീകൾ അവരെന്ത് ചെയ്യും? അവരധികരിക്കും. അല്ലെങ്കിൽ ഡാൻസും ഇതൊക്കെ അയച്ച് അധികരിച്ചുകൊണ്ടേയിരിക്കണം. സിദ്ഖു റുഖിയ അൽ മുഅ്മിൻ, മുഅ്മിനിന്റെ സ്വപ്നങ്ങൾ അത് സത്യസന്ധമായിട്ട് പുലരും. കസ്റത്തു ഷഹാദത്തിൽ സൂർ വ കിത്മാനു ഷഹാദത്തിൽ ഹഖ്, അതുപോലെ കള്ള സാക്ഷ്യങ്ങൾ അത് അധികരിക്കും. സത്യമായ സാക്ഷ്യങ്ങൾ അത് ആൾക്കാർ മൂടി വെക്കാൻ തുടങ്ങും. കസ്റത്തു നിസാ, സ്ത്രീകൾ അധികരിക്കും. റുജൂഉ അർളിൽ അറബി മുറൂജൻ വ അൻഹാർ, അറബ് രാജ്യങ്ങൾ അത് നദികളാലും പച്ചപ്പിനാലും അതിലേക്ക് മടങ്ങും. പച്ചപ്പിലേക്കും നദികളിലേക്കും മടങ്ങുന്നു പറഞ്ഞാൽ അവിടൊക്കെ എന്ത് ചെയ്യും? പച്ചപ്പും നദികളൊക്കെ പ്രത്യക്ഷപ്പെടും. ഇപ്പൊ നമ്മൾ ഈ പ്രാവശ്യത്തെ വാർത്തയിലൊക്കെ കണ്ടു, സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും മരുഭൂമിയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? UAE-യിലൊക്കെ പല സ്ഥലങ്ങളിലും മരുഭൂമിയിലും പുല്ലുകളും അതുപോലെ ചെടികളൊക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. മരുഭൂമിയിലെ പല ഭാഗങ്ങളിലും നദികൾ ഉണ്ടായി തുടങ്ങി. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ ഇതിൽ പലതും എന്ത് ചെയ്തു? സംഭവിച്ചു കഴിഞ്ഞതാണ്. ചിലതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്, നമുക്ക് മനസ്സിലായി. ഇനി സംഭവിക്കാനിരിക്കുന്നതും ചിലതുണ്ട്. ചിലത് മാത്രം സൂചിപ്പിക്കാം. ലാ തഖൂമു സാഅത്തു ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് പോലും ആളുകൾ പറയപ്പെടാത്ത ഒരു സമയം വരും. അല്ലാഹ് അല്ലാഹ് എന്ന് പോലും ആൾക്കാർ എന്ത് ചെയ്യാ പറയാത്തൊരു അവസ്ഥ വരും. അപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക. അതുപോലെ തന്നെ ലാ തഖൂമു സാഅത്തു ഹത്താ യഖ്റുജ റജുലുൻ മിൻ ഖഹ്ത്വാൻ, ഖഹ്ത്വാൻ അതൊരു ഗോത്രമാണ്. അതിൽ നിന്ന് ഒരാൾ പ്രത്യക്ഷപ്പെടും. യസൂഖുന്നാസ ബിഅസാഹു, അവന്റെ വടി കൊണ്ട് അവൻ ആളുകളെ നയിക്കുന്നു പറഞ്ഞാൽ അവന്റെ പിന്നാലെ അവന്റെ അധികാരം, അതിലേക്ക് അവൻ ആളുകൾ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ അവന്റെ പരിധിയിലേക്ക് കൊണ്ടുവരും. ജഹ്ജാഹ് എന്നായിരിക്കും അവന്റെ പേര് എന്നൊക്കെ ഹദീസുകളിൽ കാണാം. ലാ തഖൂമു സാഅത്തു ഹത്താ യതബാഹന്നാസു ഫിൽ മസാജിദ്,
അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾ പള്ളികളുടെ വിഷയത്തിൽ യഥവാഹന പരസ്പരം ഇങ്ങനെ പൊങ്ങച്ചം പറയാം. ആ ഒരു അവസ്ഥ എന്ത് ചെയ്യും, ആളുകൾ വരും. അപ്പോൾ പള്ളി ഉണ്ടാക്കുമ്പോൾ പല സ്ഥലങ്ങളിലെ ഓലക്കാട്ടും വലിയ മിനാരം നമുക്ക് വേണം, ഓല അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്, അമ്മക്കും ഇവിടെ അങ്ങനെയൊക്കെ വേണം എന്ന ആളുകൾ എന്ത് ചെയ്യും, പരസ്പരം പൊങ്ങച്ചവും അതിലിങ്ങനെ ഒരു പെരുമ നടിക്കുന്ന അവസ്ഥ. ലാ തഖൂമു സാഅതു ഹത്താ തൽതരിബ അലിയാതു നിസാഇ ദൗസിൻ അലാ ദിൽഖലസ. ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ ദിൽഖലസ എന്ന വിഗ്രഹത്തിന് ചുറ്റും അവരിങ്ങനെ ചലിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ദിൽഖലസ അത് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ പൊളിച്ചു കളഞ്ഞ ഒരു വിഗ്രഹമാണ്. അത് ആരാധിക്കപ്പെട്ടിരുന്ന ലാത്ത ഉസ്സ പോലെ അത് പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇനിയും എന്ത് ചെയ്യും, ദൗസ് ഗോത്രത്തിൽപ്പെട്ട സ്ത്രീകൾ അതിനെ ആരാധിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പൊ ഇപ്പൊ തന്നെ നമ്മളെ നാടുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അമ്പലങ്ങളിലേക്കും വിഗ്രഹങ്ങളുടെ അടുത്തേക്കൊക്കെ മുസ്ലിമീങ്ങൾ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന്റെ മുമ്പിൽ സുജൂദൊക്കെ അർപ്പിക്കുന്നുണ്ട്. ഇതിന് എന്ത് ചെയ്യും, ദിൽഖലസ എന്ന വിഗ്രഹത്തെ രണ്ടാമത് സ്ഥാപിച്ച് അതിന്റെ മുന്നിൽ പോയിട്ട് ആളുകൾ തവാഫ് ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകും എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടും ഒരുപാട് എന്ത് ചെയ്തു, അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പലതും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ട് കാണുന്ന സംഭവങ്ങൾ അത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും, കുറച്ചു കാലം കഴിഞ്ഞാൽ റസൂലുള്ളാഹി പറഞ്ഞ അവസ്ഥയിലേക്കൊക്കെ എന്ത് ചെയ്യും, ആളുകൾ എത്തിച്ചേരും. അതൊക്കെ ഉണ്ടാകുമെന്നും ഇപ്പോഴത്തെ അവസ്ഥകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരുന്നുമുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര കറക്റ്റാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾ അവർക്ക് അവരുടെ വിചാരണ എന്ത് ചെയ്തിരിക്കുന്നു, അത് വളരെ അടുത്തായിരിക്കുന്നു. ഖിയാമത്ത് നാളിലേക്കുള്ള ദൂരം വളരെ കുറഞ്ഞിരിക്കുന്നു. ഇനി അവസാനം വലിയ അടയാളങ്ങൾ വരും. വലിയ അടയാളങ്ങൾ വന്നാൽ ഇതുപോലെയല്ല. ചെറിയ അടയാളങ്ങൾ ഒന്ന് വന്നാൽ അടുത്ത് വരാൻ ചിലപ്പോൾ എന്ത് ഉണ്ടാവും, സമയം പിടിക്കും. വലിയ അടയാളങ്ങൾ ഇതുപോലെയല്ല. അത് ഒരു മുത്തിന്റെ മാല, അതിൽ നിന്ന് ഒരു കഷ്ണാണ് പൊട്ടിച്ചാൽ മുത്തുകൾ എങ്ങനെ ചാടുക, ഒന്ന് ചാടിന് പുറമെ ചാടും. ഇതേപോലെ എന്ത് ചെയ്യും, വലിയ അടയാളങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട്, ചിലത് ഒന്നും രണ്ടും മൂന്നൊക്കെ ഒരുമിച്ചുണ്ടാകും. ആദ്യം ദജ്ജാൽ വന്ന് ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി ഈസാ നബി അലൈഹി ഇസ്ലാം വരും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചുണ്ട്. ദജ്ജാലിനെ കൊന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം രാജ്യം ഭരിക്കുമ്പോൾ യജൂജ് മഅജൂജ് വരും. പിന്നെ യജൂജ് മഅജൂജ് മരണപ്പെടും. പിന്നെ ദാബത്തുകാർക്ക് പ്രത്യക്ഷപ്പെടും. അങ്ങനെ ഓരോന്നും ഒക്കെ എന്ത് ചെയ്യും, അതിന്റെ പിറകെയായിട്ട് വളരെ. ഇപ്പൊ ദജ്ജാൽ വന്ന ആകെ 40 ദിവസം എന്ത് ചെയ്യുള്ളൂ, അവനവിടെ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ഈസാ നബി അലൈഹി ഇസ്ലാം അവനെ വധിച്ചു കളയും. അങ്ങനെ എല്ലാം വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, സംഭവിച്ച് ഖിയാമത്ത് നാള് സംഭവിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ ഇഖ്തറബ എന്ത് ചെയ്തിരിക്കുന്നു, അത് വളരെയധികം അടുത്തിരിക്കുന്നു. അപ്പൊ നമ്മളെ കയ്യിൽ എന്തുണ്ട്, വലിയ ഗുണപാടുണ്ട്. എന്ത് ചെയ്യണം, ഏത് സമയത്തും ഖിയാമത്ത് നാൾ സംഭവിക്കാം. ഏത് സമയത്തും നമ്മുടെ ഹിസാബ് അതിന്റെ വേദി ഒരുങ്ങിയേക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഹിസാബിനുള്ള വേദി, നമ്മൾ മരണപ്പെട്ട് അല്ലെ നമുക്കുള്ള ഹിസാബിന്റെ വേദി ഒരുങ്ങിയേക്കാം. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഹിസാബിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ആ ഹിസാബിന്റെ സമയത്ത് ഹിസാബ് യസീറ, എളുപ്പത്തിലുള്ള വിചാരണ, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മുതൽക്കൂട്ടുകളൊക്കെ നമ്മൾ കയ്യിൽ കരുതി വെക്കണം. ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണം, തൗബ അധികരിപ്പിക്കണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, നന്മകളിലേക്ക് മുന്നേറണം. ഇതൊക്കെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ ഗുണപാഠങ്ങളാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തുടർന്ന് എന്താ പറയുന്നത്, വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ഹിസാബ് അടുത്തിരിക്കുന്നു. പക്ഷേ വഹും അവരാകട്ടെ ഫീ ഗഫ്ലത്തിൻ, അവർ അശ്രദ്ധയിലാണ്. അതിനെക്കുറിച്ച് അവർക്ക് എന്തില്ല, ഒരു ഗൗരവമില്ല. മുഅ്രിദൂൻ, അവരശ്രദ്ധയിലാണ്. മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുന്നവരാണ്, ഇതിനെ അവഗണിക്കുന്ന അവസ്ഥയിലാണ്. നമുക്കതിന്റെ രണ്ടാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കത്. ഇതുപോലെ തന്നെ ഒരുപാട് വിശദീകരിക്കാനുള്ള വിഷയമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, സൂറത്തുൽ അംബിയാ 21ാമത്തെ സൂറത്താണ്, 17ാമത്തെ ജുസ് ആണ്. 17ാമത്തെ ജുസിലെ ആദ്യ സൂറത്താണ്. ഇഖ്തറബ ലിന്നാസ് എന്ന ജുസ് ആണ് അതിന്റെ പേര്. പിന്നെ അംബിയാ എന്ന പേര് വരാനുള്ള കാരണം 16 അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പറയുന്നത്. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. പിന്നെ സൂറത്തു ത്വാഹയുടെ ഒടുക്കവും സൂറത്തുൽ അംബിയാഹിന്റെ തുടക്കവും തമ്മിലുള്ള ബന്ധം ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൽ പരാമർശിച്ച വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ഹിസാബുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതിനുവേണ്ടി ഒരുങ്ങേണ്ടുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു. ഹിസാബിന്റെ 4 അവസ്ഥകൾ പറഞ്ഞു. എന്താണ് ഇഖ്തറബ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പറഞ്ഞു. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളും സൂചിപ്പിച്ചു. ശരി, നമുക്ക് ഹദീസ് നോക്കാം. നമ്മൾ
വുളു മുറിയുന്ന കാര്യങ്ങൾ അതെന്ത് ചെയ്തു മുഴുവനായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി ബാബു ഖലാഇൽ ഹാജ. ഖലാഉൽ ഹാജ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നിർവഹിക്കുക, അതുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. ഒന്നാമത്തെ ഹദീസ് അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ദഖലൽ ഖലാഅ, ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ വളഅ ഖാതമഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരം അത് അഴിച്ചു വെക്കുമായിരുന്നു എന്നാണ് ഹദീസ്. പക്ഷേ ഹദീസ് ദുർബലാണ്. ഹദീസ് എന്തല്ല, ഇത് സ്വഹീഹല്ല, ദുർബലമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോതിരത്തും എന്തുണ്ടായിരുന്നു, മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന സീലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു, അത് അഴിച്ചു വെക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾക്കും നമ്മളെ അടുക്കൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ ഖുർആന്റെ ഒരു പേജോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എഴുതിയ എന്തെങ്കിലുമൊക്കെ നമ്മളെ ശരീരത്തിലൊക്കെ ഉണ്ടെങ്കിൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതുമായിട്ട് പ്രവേശിക്കാൻ പാടില്ല. കാരണം സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല, നിന്റെ റബ്ബ് ഇല്ല, മൊബൈലത്തെ പ്രശ്നമല്ല. മൊബൈലത്തെ നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് അടച്ചു വെച്ചാൽ മതി. അത് ക്ലോസ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ മൊബൈൽ കൊണ്ട് പ്രവേശിച്ചാൽ പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ ഇത് മുബാഷറായിട്ട് എഴുതിയ, ഡയറക്റ്റ് എഴുതിയ പേജോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവില്ല, അതുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കണം. അല്ലെങ്കിൽ അങ്ങനത്തെ പുസ്തകമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമത്തെ ഇകഴ്ത്തുന്നത് പോലെയാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ല, നിന്റെ അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ സബ്ബിഹ്, നീ എന്ത് ചെയ്യണം, അതിനെ പരിശുദ്ധപ്പെടുത്തണം എന്നാണ് അത് சொல்றது. അപ്പൊ അതിനെ നമ്മൾ ഇകഴ്ത്താൻ ഒരിക്കലും പാടുള്ളതല്ല. അടുത്ത ഹദീസ് അൻഹു ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ഖലാഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഖാല, പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അല്ലാഹു നിന്നോട് ഞാൻ ശരണം തേടുന്നു. അപ്പൊ അവരുടെ കേന്ദ്രമാണത്. അപ്പൊ നമ്മൾ അവിടേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞ് ഇടത്തേകാൽ വെച്ച് നമ്മൾ പ്രവേശിക്കണം. അടുത്ത ഹദീസ് വാനഹു ഖാല, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഖുലുൽ ഖലാഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാത്റൂമിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ഫഅഹ്മിലു, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅഹ്മിലു അന, ഞാൻ വഹിക്കുമായിരുന്നു, വ ഗുലാമുൻ നഹ്വി, എന്റെ പോലെയുള്ള ഒരു കുട്ടിയും, ഇപ്പൊ ഞാനും റസൂലുള്ളാഹിക്ക് സേവനം ചെയ്യുന്ന മറ്റൊരു കുട്ടിയും വഹിക്കുമായിരുന്നു. ഇദാവത്തൻ മിൻ മാഇൻ, ഇതാവത്ത് എന്ന പാത്രം, മിമ്മായി വെള്ളം ഉള്ള ഒരു പാത്രം. അപ്പൊ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധിയാക്കാൻ ആവശ്യമായ വെള്ളം നിറച്ച പാത്രം അത് വഹിക്കുമായിരുന്നു. അനസത്ത് പറഞ്ഞാൽ ഒരു വടി അതും വഹിക്കുമായിരുന്നു. ഫയസ്തൻജി ബിൽ മാഇ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ട് ശുദ്ധിയാക്കി. അപ്പൊ മലമൂത്ര വിസർജനത്തിന് ശേഷം ശുദ്ധിയാക്കണം. അത് നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ ഹദീസിൽ നിന്ന് ലഭിക്കും. മറ്റൊന്ന്, ശുദ്ധിയാക്കേണ്ടത് എന്തുകൊണ്ടാണ്, വെള്ളം കൊണ്ടാണ്. അപ്പൊ വെള്ളം കൊണ്ടാണ് ഒരാൾ ശുദ്ധിയാക്കേണ്ടത്. അപ്പൊ നമ്മൾക്കിപ്പോ അറിയാം, കല്ലുകൊണ്ടും മണ്ണ് കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, ചില സന്ദർഭങ്ങളിൽ ശുദ്ധിയാക്കുക. ഇൻഷാ അല്ലാഹ് ഹദീസുകൾ വരും. അപ്പൊ വെള്ളം ഉണ്ടാവുന്ന സന്ദർഭത്തിലേ ചെയ്യാൻ പറ്റൂല. അപ്പൊ അവിടെ വടി കൊണ്ടുപോയിട്ടുണ്ട്, വെള്ളം കൊണ്ടുപോയിട്ടുണ്ട്. റസൂലുള്ളാഹി എന്താ തെരഞ്ഞെടുത്തത്, ഫയസ്തൻജി ബിൽ മാ, വെള്ളമാണ്. അപ്പൊ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ശുദ്ധിയാക്കണം. വാനിൽ മുഗീറത്ത് ഇബ്നു ശുഅബത റളിയല്ലാഹു അൻഹു ഖാല, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലി അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദിൽ ഇദാവത, മുഗീറ, ഈ ഇദാവത്ത് വെള്ളം നിറച്ചു വെച്ചിട്ടുള്ള പാത്രം നീ എടുക്ക്. ഫൻതലക ഹത്താ തവാറ അന്നി, എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്നും മറയുന്ന അത്ര ദൂരത്തേക്ക് പോയി. അപ്പോ അന്ന് ബാത്റൂം ഒന്നുമില്ലല്ലോ, എന്താണ് വെളിക്കിരിക്കുക എന്ന് പറയുന്ന പോലെ ഓപ്പൺ പ്ലേസ് ആണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം കാണാത്തത്ര ഒരു ദൂരത്തേക്ക് പോയി. ഫഖളാ ഹാജതഹു, എന്നിട്ട് എന്ത് ചെയ്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ആവശ്യം പൂർത്തീകരിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് എന്താ മനസ്സിലാവണം, ഇത്തരത്തിലുള്ള ഔറത്ത് വെളിവാക്കുന്ന സന്ദർഭങ്ങൾ അത് ഒരാളെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ആളുകളുടെ മുന്നിൽ നിന്ന് എന്ത് ചെയ്യണം, മാറിക്കൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ചില ആൾക്കാരുണ്ടല്ലോ വഴിയിലൊക്കെ എന്ത് ചെയ്യും, മലമൂത്ര വിസർജനമൊക്കെ നിർവഹിക്കും. അതൊന്നും
അതൊന്നും ശരിയായ രൂപങ്ങളല്ല. ശരി, ഒരു ഹദീസ് കൂടി പറഞ്ഞ് നിർത്താം. وعن أبي هريرة رضي الله عنه قال അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, قال رسول الله صلى الله عليه وسلم اتقوا اللعين. രണ്ട് ലഅന എന്നാൽ ശാപം കിട്ടാൻ കാരണമാകുന്ന രണ്ട് ശാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. ഒന്നെന്താണ്? അല്ലദീ യതഖല്ല ഫീ ത്വരീഖിന്നാസ്. അല്ലദീ യതഖല്ല മലമൂത്ര വിസർജനം നടത്തുക. ഫീ ത്വരീഖിന്നാസ്, ജനങ്ങളുടെ വഴിയിൽ. ഇപ്പൊ ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മലമൂത്ര വിസർജനം നടത്തുക, അത് സൂക്ഷിക്കണം. അത് ശപിക്കുന്നതാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? അവിടെ ചെയ്താൽ ആളുകൾക്ക് മണം ഉണ്ടാവും, ആളുകളുടെ മേത്ത് കയ്യിൽ നജസാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും? അത് ചെയ്ത ആളെ ആൾക്കാർ ശപിക്കും. അപ്പൊ അതിന് രക്ഷപ്പെടാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഔ ഫീ ളില്ലിഹിം, അല്ലെങ്കിൽ അവരുടെ തണലിൽ. അപ്പൊ ആളുകൾ സൂര്യനിൽ നിന്ന്, സൂര്യപ്രകാശത്തിനൊക്കെ ചൂടിൽ നിന്ന് തണൽ കൊള്ളാൻ വേണ്ടി ചിലപ്പോൾ എന്തുണ്ടാവും, ചില പ്രത്യേക സ്ഥലങ്ങളുണ്ടാവും. ചില സ്ഥലത്തൊക്കെ അല്ലേ മറ്റൊരു മരമൊക്കെ ഉണ്ടാവുമല്ലോ, ആൾക്കാർ വന്ന് റെസ്റ്റ് എടുക്കണേ ഇരിക്കുന്നൊക്കെ. അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. ഓക്കെ, അല്ലാഹു അക്ബർ. നമുക്ക് അത്ര മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹാമലെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.